വയനാട്ടിലെ പിന്നോക്ക വിഭാഗമായ ആദിവാസികളുടെ ഉന്നമനത്തിനായി 1950കളിൽ സ്ഥാപിതമായ 8 സ്കൂളുകളിൽ ഒന്നാണ് സർവ് ഇന്ത്യ ആദിവാസി ലോവർ പ്രൈമറി സ്കൂൾ. ബാണാസുര സാഗർ ഡാമിനടുത്ത് ജനവാസം കുറഞ്ഞ പ്രദേശമായതിനാൽ ഇവിടെ കുട്ടികളുടെ എണ്ണം 75 ആണ്. നാലാം തരത്തിലെത്തിയിട്ടും എഴുതാനും വായിക്കാനും അറിയാതെ പിരിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികൾ ഏറെയാണ് എന്ന സത്യത്തിൽ നിന്നായിരുന്നു 30 നിമിഷം എന്ന ആശയത്തിന്റെ ജനനം. അവധിക്കാല പരിശീലനത്തിനും ക്ലസ്റ്റർ പരിശീലനത്തിനും വിവിധ കോൺഫറൻസുകൾക്കുമായി വിദ്യാലയത്തിൽ ധാരാളം പദ്ധതികൾ നടപ്പാക്കേണ്ടി വരും. അവയ്ക്കായും ഈ 30 നിമിഷം ഉപയോഗപ്പെടുത്തിയാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്ന് ഞങ്ങൾ കണ്ടെത്തി. ഗണിതക്രിയകളിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ 30 നിമിഷത്തിൽ പ്രത്യേക ക്ലാസുകൾ നടത്തി. ഇംഗ്ലീഷ് പഠന സഹായത്തിനായി ഇംഗ്ലീഷ് കോർണർ, ഡിക്ഷണറി ഉപയോഗം, ഇംഗ്ലീഷ് പത്രവായന, ടീച്ചർ ടോക്ക് എന്നിവ ഉൾപ്പെടുത്തി. ഇംഗ്ലീഷ് എഴുത്തിലും വായനയിലും കുട്ടികൾ മികവ് പ്രകടിപ്പിച്ചെങ്കിലും സംസാരിക്കാൻ ബുദ്ധിമുട്ട് കാണിച്ചു. 1 മുതൽ 4 വരെ ക്ലാസുകളിലെ പാഠഭാഗങ്ങൾ എല്ലാം റോൾ പ്ലേ രൂപത്തിലേക്ക് മാറ്റിയതുവഴി പഠനം വളരെ എളുപ്പമാവുകയും അതുവഴി രൂപപ്പെട്ട ഇവോൾവിംഗ് ടെക്സ്റ്റുകൾ കുട്ടികൾ വായിക്കാൻ തുടങ്ങുകയും ചെയ്തു. Your Highness, I tried my best. I watered, I maneuvered, but the seed did not sprout. Did you see my puppy? Yes, I just saw one running to the bus. Why are you running? It's a cry, it's fine. Come, let's run. നിത്യജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വിവിധ സന്ദർഭങ്ങൾ കണ്ടെത്തി അവയ്ക്ക് വേണ്ട സംഭാഷണങ്ങൾ തയ്യാറാക്കി അവയെ ഓരോ പാഠമാക്കി വി ക്യാൻ എന്ന പുസ്തകം തയ്യാറാക്കി. I want a long dress. This is very beautiful, but this is not fit for me. Hi friends. Hi. How are you? I am fine. Come, let's play. It's again football. Excuse me, may I help you? Yes, I want some fruits. Which fruits? How much is it for? Orange? തുടർന്ന് സെന്റൻസ് ഓഫ് ദി വീക്ക് എന്ന പേരിൽ ഓരോ ആഴ്ചയും ഓരോ സെന്റൻസ് വീതം കുട്ടികൾക്ക് നൽകി. ഈ 30 നിമിഷത്തിൽ ഈ സെന്റൻസ് ഉപയോഗിച്ച് ഓരോ ക്ലാസും വ്യത്യസ്തങ്ങളായ സ്കിറ്റുകൾ തയ്യാറാക്കി അവ ബാലസഭയിൽ അവതരിപ്പിച്ചു. Hi Ben. Often. Are you okay? Yes, I am. Who is this? This is my friend. I am children. You? I am Ben. Sachin is a bird. Bruna is a puppy. Sachin and Bruna are friends. One day they are playing. ഈ പദ്ധതി നടപ്പാക്കിയ ശേഷം പഠന വൈകല്യമുള്ള 3 പേരൊഴികെ 4ാം തരത്തിലെത്തിയപ്പോഴേക്കും ബാക്കി എല്ലാവർക്കും എഴുതാനും വായിക്കാനും കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിദ്യാലയം തന്നെ പാഠപുസ്തകമാക്കുകയും ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കുകയും ചെയ്തപ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ വഴിയിലൂടെ നടക്കാൻ വേണ്ട പരിശീലനം കുട്ടികൾക്ക് സിദ്ധിച്ചു. പൊതുസമൂഹത്തിൽ ഇത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. ഈ അധ്യയന വർഷം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ അവരുടെ കുട്ടികളെ ചേർക്കാതെ പലരും ഈ വിദ്യാലയത്തിലേക്ക് തന്നെ കുട്ടികളെ അയച്ചു. പാഠപുസ്തകത്തിനുമപ്പുറം നീണ്ട ഈ പ്രവർത്തനത്തിന് രക്ഷിതാക്കളിൽ നിന്നും വലിയ സഹകരണം ലഭിച്ചു. ഞാൻ എൻ്റെ 2 മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് വിട്ടിരുന്നത്. പിന്നെ ഈ വർഷമാണ് ഞങ്ങൾ ഈ സ്കൂളിലേക്ക് എൻ്റെ 2 പിള്ളേരെ മാറ്റിയത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിച്ചു, ഈ സ്കൂളിലേക്ക് ഇപ്പോൾ മാറ്റിയത് എന്തുകൊണ്ടാണ്? ഇവിടെ കൊടുക്കുന്ന സ്പോക്കൺ ഇംഗ്ലീഷും മറ്റു കാര്യങ്ങളും എല്ലാം മക്കളെ അവിടെ ചെയ്തതിലും നന്നായിട്ട് ഇവിടെ വന്ന് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു.
അങ്ങനെയിരിക്കെ കഴിഞ്ഞ അധ്യയന വർഷം ഞങ്ങൾ ആരംഭിച്ച ഈ ഗവേഷണാത്മക പ്രവർത്തനങ്ങൾ അവധിക്കാല പരിശീലനത്തിൽ വയനാട് ജില്ലയിലെ പ്രൈമറി അധ്യാപകർക്കിടയിൽ ഞങ്ങൾ പങ്കുവച്ചപ്പോൾ നല്ല പ്രതികരണമാണുണ്ടായത്. തങ്ങളുടെ വിദ്യാലയങ്ങളിൽ ഇത് ഫലപ്രദമാകുമോ എന്ന് സംശയിച്ചവർക്ക് ആവശ്യാനുസൃതമായി ക്ലാസുകൾ എടുത്തു കാണിക്കുകയും സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്തു. ഇതിനുശേഷം സമീപത്തുള്ള ഒരു ഹൈസ്കൂൾ അടക്കം 20ഓളം വിദ്യാലയങ്ങളിൽ വി ക്യാൻ എന്ന പുസ്തകം അവരുടെ ആവശ്യാനുസൃതം ഞങ്ങൾ ലഭ്യമാക്കുകയും തുടർന്ന് പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഈ 30 നിമിഷത്തിൽ കൈവരിക്കാൻ സാധിക്കുന്ന മാറ്റങ്ങൾ വലുതാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ ആദിവാസി വിഭാഗത്തിലെ കൊഴിഞ്ഞുപോക്ക് ഇല്ലാതായി എന്നത് എടുത്തു പറയേണ്ടതായ മറ്റൊരു മാറ്റമാണ്. വിദ്യാലയത്തിൽ ചെലവഴിക്കുന്ന 6 മണിക്കൂറിൽ 30 നിമിഷം പാഠപുസ്തകത്തിനപ്പുറമുള്ള അത്യന്താപേക്ഷിതമായ ഒരു ലോകത്തിലേക്ക് ഓരോ വിദ്യാർത്ഥിയെയും കൈപിടിച്ച് നടത്തിയാൽ മികവാർന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും.